2026 ഏതാണ്ട് 30 കൊല്ലത്തോളമാകും പള്ളുരുത്തി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിലവിൽ വന്നിട്ട്. ഇപ്പോഴും ഏതാണ്ട് പഴയ അവസ്ഥയിൽ തന്നെ കാര്യങ്ങളുടെ പോക്ക്. കിടത്തി ചികിത്സ എന്നുള്ളത് പള്ളുരുത്തിക്കാരുടെ ഒരു സ്വപ്നം മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ഒരുപാട് പകർച്ചവ്യാധികളുള്ള സമയമാണല്ലോ. OPയിൽ അത്രയും രോഗികളും വരുന്നുണ്ട്. അത്യാവശ്യം മരുന്നും കൊടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എമർജൻസി ഒന്ന് വന്നാൽ നോക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. രാത്രി ഡോക്ടർമാരില്ലാത്തതുകൊണ്ട് അവരെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് തിരിച്ചുവിടുകയാണ്. എന്നാൽ ഇവിടെ എല്ലാ സൗകര്യങ്ങളുണ്ട്. ഫിസിയോതെറാപ്പി ഉണ്ട്, ഡയാലിസിസ് സെൻ്റർ ഉണ്ട്, ലാബുണ്ട്, ഗൈനക്കോളജി ഡോക്ടറുണ്ട്. പക്ഷേ പ്രസവത്തിനുള്ള ഒരു സൗകര്യമില്ല. എക്സ്റേ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, എന്നാൽ ഓർത്തോ ഡോക്ടറില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. ബിൽഡിങ്ങുകൾ കാര്യമായിട്ടുണ്ട്. അപ്പോൾ ഇതിനെതിരെ പൊതുപ്രവർത്തകരായ ആര്യസഭവും കയ്യും പ്രതികരിക്കുന്നു. പശ്ചിമ കൊച്ചിയിലെ 4 താലൂക്ക് ആശുപത്രികളിൽ ഏറ്റവും പ്രമുഖമായ ഒന്നാണ് പള്ളുരുത്തിയിലെ ഈ താലൂക്ക് ആശുപത്രി. നിരന്തരം ഒരുപാട് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും എല്ലാം നടന്നിട്ടും ഇന്നും ലഭ്യമാകാത്ത ഒന്നാണ് ഇവിടുത്തെ ഒരു കാഷ്വാലിറ്റി, 24 മണിക്കൂർ ഡോക്ടർമാരുടെ സേവനം, അതുപോലെ തന്നെ കിടത്തി ചികിത്സ. അതുകൊണ്ട് നമ്മൾ നിരന്തരം ഇപ്പോൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ താലൂക്ക് ആശുപത്രിയുടെ അടിയന്തരമായ ഇത്തരം ആവശ്യങ്ങളിൽ തീർച്ചയായിട്ടും അധികാരികളുടെ ശക്തമായ ഒരു ഇടപെടൽ ഉണ്ടാകണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൽ വർഷങ്ങളായിട്ട് അവഗണിച്ചുകൊണ്ടിരിക്കുക. അതായത് പശ്ചിമ കൊച്ചിയിലെ 4 താലൂക്ക് ഹോസ്പിറ്റലൊന്നാണല്ലോ. ഇതിന് ഒരു പ്രാഥമിക ഹോസ്പിറ്റലിൻ്റെ പോലും വിലയിലോട്ട് എത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ തന്നെ ഏതാണ്ട് 9:30 മണിയായി. സൂപ്രണ്ട് ഇതുവരെ എത്തിയിട്ടില്ല. സൂപ്രണ്ട് എത്തുമ്പോൾ ഏതാണ്ടൊക്കെ 10-11 മണിയാവും. അവർക്ക് തോന്നുന്ന സമയത്ത് പോകും. കാരണം ഇവിടെ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ സ്ഥലം MLA യോ MP യോ, അത് കോർപ്പറേഷന് ഇതിന് അധികാരമുണ്ട്, കൗൺസിലർമാർ ആരും ഇതിനകത്ത് ഇടപെടാറില്ല. പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ ഏറ്റവും പ്രധാന ആവശ്യങ്ങളിലൊന്ന് രാത്രി ചികിത്സ. അതായത് കാഷ്വാലിറ്റി ഇവിടെ വർക്ക് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും ഒരു 3-4 ഡോക്ടർമാരെ സ്ഥിരമായിട്ട് ഇവിടെ ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്നും ശ്രദ്ധിക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലോട്ടാണ് മാറിക്കൊണ്ടിരിക്കുന്നത്.